കോൺഗ്രസിനെ നയിക്കാൻ ഒരു നേതാവ് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. അതായത് തിരുവനന്തപുരം DCC പ്രസിഡന്റ് എന്ന തസ്തികയിലേക്ക് ഒരാൾ പോലും കടന്നു വരുന്നില്ല എന്നുള്ള നമ്മളെയൊക്കെ എന്താ പറയുന്നത്, ഞെട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കോൺഗ്രസിന് അത്രയ്ക്ക് എന്താ പറയുക, ക്ഷയം സംഭവിച്ചോ? കോൺഗ്രസിന് ക്ഷയം സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് അടി തല്ല് ബഹളം വേണ്ട കുഴപ്പമാണ്. 25 വയസ്സിൽ ഇവിടെ DCC പ്രസിഡൻ്റായ ആളുണ്ട്. 25 വയസ്സിൽ എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവ് SFI ആവേ ഉള്ളൂ, അല്ലെ KHU ആവേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് പോലും ആവണമെങ്കിൽ പിന്നെ പ്രായം എടുക്കും. ശങ്കരനാരായണപിള്ള മന്ത്രിയായിരുന്നു, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. K ശങ്കരനാരായണപിള്ള അദ്ദേഹം 25 വയസ്സിൽ DCC പ്രസിഡൻ്റായിരുന്നു. ഇന്ദിരാഗാന്ധി ഇവിടെ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം തർജ്ജമയൊക്കെ ചെയ്ത് വളരെ കയ്യടി വാങ്ങിയ വലിയ നേതാവായിരുന്നു ആൻ്റണിയുടെയൊക്കെ കാലഘട്ടത്തിൽ, ആൻ്റണിയുടെ ചെറുപ്പകാലഘട്ടത്തിൽ. അന്ന് DCC പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരം DCC പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു അഭിമാന പോസ്റ്റാണ്. കാരണം തലസ്ഥാന നഗരം എന്നും സെക്രട്ടേറിയറ്റ് തല്ല് ബഹളം, ഇന്നത്തെ പാർട്ടിയല്ലല്ലോ, എന്നും തല്ല് ബഹളം. പിന്നെ ആര് വന്നാലും പ്രധാനമന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസിഡന്റ് വന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണല്ലോ വരുന്നത്. DCC പ്രസിഡന്റിന് ഒരു വലിയ വെയിറ്റ് ഉള്ളൊരു കാലമായിരുന്നു തിരുവനന്തപുരം DCC പ്രസിഡന്റ്. പക്ഷേ പ്രയാസമുള്ള ഒരു പോസ്റ്റാണ്. കാരണം തിരുവനന്തപുരം DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കണം. ഈ ആളുകളെല്ലാം നേതാക്കളെല്ലാം വന്ന് മറിയും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ. അവരുടെ ഫുഡ്, താമസം, യാത്ര എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ പണം കണ്ടെത്തണം. പിന്നെ എന്നും തല്ലാണ്, സെക്രട്ടേറിയറ്റ് സമരം എന്നും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള പോലീസ് കേസ് തല്ല്. അപ്പോൾ അതുകൊണ്ടൊരു വളരെ ഡൈനാമിക്കായി പണവും തൻ്റെ ഇടവും അധികാരവും എല്ലാം കൂടെ ഉള്ള ഒരാളിന് മാത്രമേ തിരുവനന്തപുരം DCC ഇരിക്കാൻ പറ്റത്തുള്ളൂ. പലരും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ പാലോട് രവിക്ക് വയസ്സായി, പ്രായമാവുന്നു. പിന്നെ ഇപ്പോൾ VS ശിവകുമാറിന് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു, മന്ത്രി, ആരോഗ്യമന്ത്രി. പുള്ളിയാണ് വീണ്ടും ആലോചിക്കുന്നത്. പക്ഷേ പുള്ളി പറയുന്ന ഒരു അനിലിൻ്റെ പേര് പറഞ്ഞു, GS അനിൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നേതാവിൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തർക്കം നടക്കണം. DCC പ്രസിഡന്റുമാരെ തമ്മിൽ വയ്ക്കണ ആരെന്നുള്ള നിലയിൽ വലിയ തർക്കം നടക്കുകയാണ് അതിനകത്ത്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രി എനിക്കാകണം അതൊരു 7-8 പേര് കൂടി പഠിച്ചു വെച്ചാൽ. പക്ഷേ ഈ ഒരു തസ്തികയിലേക്ക് മാത്രം എനിക്ക് വേണ്ട. നിങ്ങൾ പാർട്ടി നയിക്കാനാണെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണ്, അവർക്കൊരു പാർട്ടിയെ നയിക്കാനുള്ള സംഘടനാ സിസ്റ്റം ഉണ്ടായി വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ പാർട്ടിക്ക് ആളുകളൊക്കെ ഉണ്ട്, പാർട്ടിക്ക് ഒരുപാട് നേതാക്കളുണ്ട്, പാർട്ടിയോട് ആളുകൾക്ക് താല്പര്യമുണ്ട്. താല്പര്യക്കുറവൊന്നുമില്ല. 2 പ്രാവശ്യം അവർ ഭരണം കിട്ടിയിട്ടില്ല. എന്നിട്ടും ആളുകളൊന്നും കോൺഗ്രസിൽ നിന്ന് വലുതായിട്ടൊന്നും പോയിട്ടില്ല. കുറച്ച് പേര് BJPയിലൊക്കെ പോയെങ്കിലും ഉണ്ട്, പാർട്ടി ഉണ്ട് ഇവിടെ. പക്ഷേ അതിന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. നേതാക്കൾ ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് സുധാകരനെ മാറ്റിയപ്പോൾ വലിയ ബഹളം ഇപ്പോൾ നടക്കില്ല. ഇപ്പോഴും സുധാകരൻ തൃപ്തനായിട്ടില്ല, അതൃപ്തി ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ മാറ്റുന്നത്. ഈ പാലോട് രവി വെച്ചപ്പോൾ തന്നെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു പലർക്കും. ഇപ്പോഴത്തെ പ്രസിഡന്റ് വെച്ചപ്പോൾ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരല്ലാത്തൊരു പ്രോസസ്സിലേക്ക് പോകാത്ത എന്തെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇപ്പം മറ്റ് പാർട്ടികളെയൊക്കെ പോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രോസസ്സിലേക്ക്, തിരഞ്ഞെടുപ്പ് യോഗം നടത്തി അല്ലെങ്കിൽ സമ്മേളനം നടത്തി തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകാത്ത എന്തെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നോമിനേഷനാണ്. നോമിനേഷൻ വയ്ക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രൂപ്പ് നോക്കണം, ജാതി സമവാക്യം നോക്കണം. ഇപ്പോൾ ഇവിടെ ഒരാൾ നായർക്ക് കൊടുത്താൽ അപ്പുറത്ത് ഈഴവന് കൊടുക്കണം, അതിൻ്റെ അപ്പുറത്ത് മുസ്ലിംസിന് കൊടുക്കണം, അങ്ങനെ ക്രിസ്ത്യാനിക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു 14 എണ്ണം പങ്കുവയ്ക്കുമ്പോൾ അതിന് ഒരു ഇക്വേഷനുണ്ട്. അപ്പോൾ അതെല്ലാം പാലിക്കപ്പെടണം. അപ്പോൾ പിന്നെ അത് പാലിച്ച് വരുമ്പോൾ അതിന് ഗ്രൂപ്പായി. മുരളീധരൻ ഗ്രൂപ്പുണ്ട്, രമേശ് ചെന്നിത്തല ഗ്രൂപ്പുണ്ട്, KC വേണുഗോപാലിന് ഗ്രൂപ്പുണ്ട്, BD സതീശന് ഗ്രൂപ്പുണ്ട്, K സുധാകരന് ഗ്രൂപ്പുണ്ട്. ഇതിനിടയിൽ VM സുധീറിനെ അനുഗ്രഹിക്കുന്നതും ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോട് കഴിയുന്ന കുറച്ച് പേരുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ അനുഗ്രഹാശംസകളോട് കഴിയുന്ന കുട്ടി നേതാക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഗ്രൂപ്പുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ സമവാക്യം പിടിക്കണം. പിന്നെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KHU അതിൻ്റെ സമവാക്യം പിടിക്കണം. ഈ വലിയ പ്രയാസമാണ് ഈ പാർട്ടിയിൽ, വലിയ പാർട്ടികളിൽ ഇതുപോലെ ആളെ വയ്ക്കാൻ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലെ സമ്മേളനം വയ്ക്കുന്നു, അതിനകത്ത് നേതൃത്വം തീരുമാനിക്കുന്നു, ആളെ വയ്ക്കാം. ഇവിടെ അതും പറ്റത്തില്ല. ഇവിടെ നോമിനേഷനാണ്. അപ്പോൾ ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. മറ്റ് ഘടകങ്ങളും വയ്ക്കും നോമിനേഷനിൽ, മറ്റ് ഘടകങ്ങളും കൂടി വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അതാണിപ്പോൾ ഈ KPCCയിലൊക്കെ സംഭവിച്ചത്. വലിയ തല്ല് നടന്നല്ലോ. ഇപ്പോഴും അടി ഒതുങ്ങിയിട്ടില്ല. കേസ് വേണുഗോപാൽ പാരവച്ചു എന്ന് പറഞ്ഞാണ് സുധാകരൻ കിട്ടുന്ന വേദിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ആരോഗ്യമില്ലേ, ഞാൻ ഇന്നലെ ജിമ്മിൽ പോയില്ലേ, ഞാനിപ്പോൾ പ്രസംഗിക്കുന്നില്ലേ, എല്ലാം പുള്ളി നിൽക്കുകയാണ്. പക്ഷെ നിൽക്കുമ്പോഴും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. അതുപോലെ തിരുവനന്തപുരം DCC വലിയ തർക്കമാണ് ഇപ്പോൾ. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഏതൊരു കാര്യം ഇത്തരത്തിലങ്ങ് വാർത്താ ശ്രദ്ധ വരുത്തുന്നു, അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വലിയ രീതിയിൽ ഇതാവും. ഇപ്പോൾ VD സതീശൻ ഇന്നിപ്പം വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പം ചോദിക്കും, നിങ്ങൾ ഈ കോൺഗ്രസിനെ ഒന്ന് വിട്ടുപിടി, നിങ്ങൾക്ക് മറ്റുള്ള പാർട്ടിക്കാരുടെ ഇടയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ല, അതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പം BJP സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്തു, അദ്ദേഹം എത്ര മാത്രം അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഞങ്ങളുടെ അധ്യക്ഷനെ മാത്രം തിരഞ്ഞെടുത്തപ്പോൾ എന്താണ് നിങ്ങൾ ഇത്ര ഇത് പ്രകോപിതമാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പുറകെ എന്തിനാണ് നടക്കുന്നത്, ഒന്ന് വിട്ടുപിടിയെന്ന് VD സതീശൻ പറയുന്നുണ്ട്.
ശരിക്കും ഇതിപ്പോൾ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരും ഇല്ല എന്നുള്ളൊരു വാർത്ത കൂടി. അതെന്ന് വെച്ചാൽ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ കോൺഗ്രസിന്, അത് ദേശീയ നേതൃത്വത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും, ഇങ്ങനെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു വലിയൊരു ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ കോൺഗ്രസ് തന്നെ അവസരം കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ശശി തരൂരിനെ ഒന്നുകിൽ ശശി തരൂരിനെ ആക്കണമായിരുന്നു വിദേശ സംഘത്തിലേക്ക്, അദ്ദേഹം വിദേശത്തൊക്കെ ബന്ധമുള്ള, അല്ലെങ്കിൽ ആക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യരുത്, പിന്നെ അനുവാദം കൊടുക്കരുത്. ഇത് അങ്ങേരെ ആക്കിയുമില്ല, മോഡി പിടിച്ച് അങ്ങേരെ ആക്കുകയും ചെയ്തു. എന്നിട്ട് അങ്ങേർക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തു? പാർട്ടി അനുവാദം കൊടുത്തു. എന്ത് പാർട്ടിയാണിത്? ഒന്നിൽ ആദ്യമേ അനുവാദം കൊടുക്കണം, എല്ലാവർക്കും അനുവാദം ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ആർക്കും അനുവാദം ഇല്ലെന്ന് പറയണം. ഇതൊന്നും പറയാതെ, ഇതാണ് പാർട്ടിയുടെ ഒരു പ്രശ്നം. ജോൺ ബ്രിട്ടാസ് പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് ആരുടെ അറിവോടെ അല്ല എന്നുള്ളത് പറഞ്ഞല്ലോ. എന്ത് അറിവോടെ ആണെങ്കിലും ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണാതിരിക്കുമോ? ഇതൊരു MP ആയാലും എന്തായാലും ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണാതിരിക്കുമോ? ഒന്ന് വിളിച്ചെങ്കിലും പറയട്ടെ, നിന്നെ ഈ കമ്മിറ്റിയിൽ ഇട്ടിട്ടുണ്ടല്ലേ, നിങ്ങളെ ഈ കമ്മിറ്റി ഇടുകയാണെന്ന് പറയാതെ ചുമ്മാ രാവിലെ അത്ര പാൽപ്പായസം കുടിക്കും പോലെ, പച്ചവെള്ളം കുടിക്കും പോലെ നമ്മളൊക്കെ അരി ആഹാരമല്ലേ കഴിക്കുന്നത് മാഡം, അങ്ങനെ പറയാതിരിക്കും. ജസ്റ്റ് ഫോൺ കഴിച്ചതെങ്കിലും പറയത്തില്ലേ നിങ്ങളെ ഈ കമ്മിറ്റിയിൽ ഇട്ടിട്ടുണ്ടെന്ന്? പിന്നെ ഇവരെല്ലാം അങ്ങനെ വെറുതെ ഇരിക്കുന്നവരുമല്ല. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, സർവകക്ഷി ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഹോംവർക്ക് ചെയ്യുന്നവരാണ്. ആരാ കക്ഷികൾ? ബ്രിട്ടാസൊക്കെ നല്ല കക്ഷികളാണ്. അയ്യോ, തുളസി പൂവും വെള്ളവും കുടിച്ച് നടക്കണവരല്ല. വിദേശത്ത് പോകാം, അതിൻ്റേതായ സൗകര്യങ്ങൾ മറ്റ് വേറെ ബോട്ട്സ് എല്ലാം ഉണ്ട്. അവരാരും പിന്നെ എല്ലാവരും നല്ല സൽഗുണ സമ്പന്നന്മാരല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ഇതെല്ലാം നോക്കി തന്നെ നിൽക്കുന്നത്. അപ്പോൾ അവർ അറിഞ്ഞില്ല കണ്ടില്ല എന്നൊന്നും പറയുന്നതിന് കാര്യമില്ല. എടുക്കുന്നു, ഇപ്പുറത്തൊന്നും ആളെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ചെയ്യേണ്ട ഹോംവർക്ക് അവിടെ ചെയ്തതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ബ്രിട്ടാസിനേക്കാൾ എത്രയോ സീനിയറായിട്ടുള്ള നേതാക്കൾ അതിനകത്തുണ്ട് ഉണ്ടല്ലോ. ബ്രിട്ടാസ് അത്ര സീനിയർ നേതാവല്ലല്ലോ. പിന്നെ രാജ്യസഭയുടെ എന്തോ അധ്യക്ഷനോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു, പാർട്ടി ലീഡറോ എന്താണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും ഇതിനകത്ത് കോൺഗ്രസിനകത്ത് അവർ എന്നും ഇങ്ങനെ തന്നെയാണ്, തമ്മിലടി. ചില സ്ഥലത്ത് എല്ലാവർക്കും നേതാവണം, ചിലയിടത്ത് നേതാവാൻ ആളില്ല. പിന്നെ ആരെങ്കിലും വച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉടനെ തന്നെ അവരെന്ത് പറയും? മറ്റ് സമവാക്യങ്ങളായിട്ട് ഇറങ്ങി, ജാതി സമവാക്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ഗ്രൂപ്പ് സമവാക്യം. അങ്ങനെ ആ ഒരു വളരെ കോംപ്ലിക്കേറ്റഡാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രസകരമാണ്, ഒരു വശത്ത് പഠിച്ചാൽ രസകരമാണ്, അത് സങ്കീർണമാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അതിസങ്കീർണമായിട്ടാണ് ഈ വിഷയം പോകുന്നത്. പക്ഷേ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഇത് കണ്ടുപിടിക്കും, ഇപ്പം തന്നെ ശരിയാക്കും എന്നൊക്കെ പറയും. ഒന്നുമില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അതിനകത്ത് ആഭ്യന്തരമായ കലാപം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഒരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഏകദേശം ജൂലൈയിലൂടെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ എന്നും തെരഞ്ഞെടുപ്പല്ലേ? കാരണം എന്താ പറയുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് തദ്ദേശഭരണ അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പിന്നെ സഹകരണ സംഘം. ഇന്നലെ മാലന്നൂർ സഹകരണ സംഘത്തിൽ തെരഞ്ഞെടുപ്പായിരുന്നു. മറ്റേ ഫാസ്റാങ്കിനെ പൊട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. കോൺഗ്രസിൽ എന്നും തെരഞ്ഞെടുപ്പ് അല്ല, രാജ്യത്ത് എന്നും തെരഞ്ഞെടുപ്പാണെന്ന്. പിന്നെ PTA തെരഞ്ഞെടുപ്പ്, അമ്പല കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് വല്ല സമയമുണ്ടോ? അതുകൊണ്ട് പാർട്ടി സജ്ജമായി നിൽക്കേണ്ടതാണ്. ഇപ്പോഴെന്നും തെരഞ്ഞെടുപ്പാണുള്ളത്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിങ്ങനെ തമ്മിലടിച്ച്. പക്ഷേ ഒരു കഷ്ടമെന്ന് പറയുന്നത് ഇന്ത്യ മുഴുക്കുള്ളൊരു പാർട്ടിയാണ്, ഒരുപാട് വേരുകളുണ്ട് അവർക്ക്. ഇപ്പോഴും ആളുകൾക്ക് അവരിൽ സമ്പൂർണ്ണമായി എന്തില്ല, ഒരു വിശ്വാസക്കുറവൊന്നുമില്ല അവർക്ക്. പക്ഷേ ആ വിശ്വാസത്തെ ഒരു സമ്പൂർണ്ണ പാർട്ടിയാക്കി മാറ്റിയെടുക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് വരണം. കാരണം നമുക്ക് ഒരു പക്ഷം മാത്രമുള്ള പാർട്ടി പോരാ. BJP ഉണ്ടെങ്കിൽ ഒരു എതിർപക്ഷ പാർട്ടിയും കൂടെ തീർച്ചയായിട്ടും പ്രതിപക്ഷം വേണമെന്നും നല്ലൊരു പാർട്ടി വേണമെന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നു. എന്തായാലും CPM എന്തായാലും ഒരിക്കലും ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കേന്ദ്രത്തിലേക്ക് വരത്തില്ല. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ മറ്റേ പലയിടത്തും അവർക്കും ആളില്ലല്ലോ, ആളുമില്ല. ആ പാർട്ടിയെ പോയി, കേരളത്തിലേ ഉള്ളൂ ഇപ്പോഴെങ്കിലും പിടിച്ചു. അപ്പം ദേശീയ നേതൃത്വമൊക്കെ വളരെ മോശമാണ് അവരുടെ. അപ്പോൾ പിന്നീടുള്ള ആം ആദ്മി പാർട്ടി വന്നതുപോലെ തന്നെ ഇപ്പൊ പിളർപ്പിലേക്കാണ് അത് പോയിട്ടുള്ളത്. അങ്ങനെയെങ്കിലും ഒരു പ്രതിപക്ഷം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിന് നല്ല സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്തെല്ലാം നല്ല ജനം കൂടുന്നില്ലേ ഇപ്പൊ തന്നെ. പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വം, അല്ലെങ്കിൽ ഈ സാർ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ പിടിപ്പുകേടാണ് പലതും. ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു ഇത് എടുത്ത് എത്ര വിമാനങ്ങളാണ് ഇന്ത്യയുടെ തകർന്നു പോയതെന്നുള്ളത് പറയും. ഇതൊക്കെ എന്തൊരു വിഡ്ഢിതരമായിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിനകത്ത് മറ്റുള്ളവർക്ക് ഈ വടി കൊടുക്കുന്ന, പിന്നെ പറഞ്ഞുകൊണ്ട് എന്തിനാ അടിച്ചത്? പറഞ്ഞുകൊണ്ടല്ലേ അടിക്കാക്കുള്ളൂ. പറയേണ്ടി വരും. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു പക്ഷേ വേണമെങ്കിൽ നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് അത് നേരിട്ട് ചോദിക്കാം. ഇത് മൊത്തത്തിൽ പബ്ലിഷ് ആക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില സമയത്തൊക്കെ പുള്ളി പറയണത് വളരെ യാതൊരു പക്വതയില്ലാത്തൊരു നേതാവ്. അത് തന്നെ സാറ് പറഞ്ഞു വന്ന അത് തന്നെ. ഈ പക്വതയില്ലായ്മയല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രശ്നം, വലിയ പ്രശ്നം. ഒരു പക്ഷേ സോണിയാഗാന്ധിയൊക്കെ അന്ന് ആ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അത്ര പറയുന്നില്ല. ഈ രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ യാതൊരു സെൻസും ഇല്ലാത്ത രീതി. ഒരു പക്ഷേ കോൺഗ്രസിനെ നയിക്കാൻ നല്ലൊരാൾ വരണം. തീർച്ചയായിട്ടും
മല്ലികാർജ്ജുന ഖാർഗെ വയസ്സായി, അദ്ദേഹത്തിന് അങ്ങനെ പറ്റുന്നതല്ല. അതെ കോൺഗ്രസിന് ദേശതലത്തിലും ഈ ക്ഷാമമുണ്ട്. സംസ്ഥാന തലം എടുത്താൽ, കേരളം എടുത്താൽ കൂടിപ്പോയി, ആളുകളുടെ എണ്ണം കൂടിപ്പോയതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ജില്ലകളിൽ എടുക്കുമ്പം ആർക്കും താല്പര്യമില്ല. ഒരു വൈരുദ്ധ്യമാണ് ഇത് പഠിച്ചാൽ, നല്ല രസകരമാണ് ഈ പാർട്ടിയെക്കുറിച്ച് പഠിച്ചാൽ.